നേഴ്സിംഗിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. മാസ്ലോസ് ഓഫ് ഹൈറാർക്കി ഓഫ് ബേസിക് നീഡ്സ് വെച്ച് ഒരുപാട് പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ഷൻസ് ഷുഡ് നഴ്സ് ടേക്ക് ഫസ്റ്റ്, അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് നമ്മൾ ഈ പ്രയോറിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് വന്നേക്കും. അതായത് ഈ സയൻസ് ആൻഡ് സിംറ്റംസ് ഉള്ള പേഷ്യൻ്റ് ആണ്, നിങ്ങൾ ആരെയാണ് ആദ്യം കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ്റെ ഒരു രീതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നമുക്ക് എപ്പോഴും ഈ പിരമിഡ് വെച്ചിട്ട് നമുക്ക് ആൻസർ എഴുതുവാണെങ്കിൽ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, ഇതിൽ ബേസിക് നീഡ്സ്, സൈക്കോളജിക്കൽ നീഡ്സ്, സെൽഫ് ഫുൾഫിൽമെൻറ്റ് നീഡ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഒക്കെയാണ്. ഓക്കെ, ഈ ഫിസിയോളജിക്കൽ നീഡ്സിന് നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ ആണ് എക്സാമ്പിളായിട്ട് നമ്മൾ പറയേണ്ടത്. അപ്പം നമുക്കറിയാം അതാണ് വെരി ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഇനി സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിലാണെങ്കിലോ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫ്രം ഇഞ്ചുറി, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊമോട്ട് ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി, ട്രസ്റ്റ് ഇൻ ക്ലയൻറ്റ് നേഴ്സ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ആ സേഫ്റ്റിയിൽ വരുന്നത്. ഇനി സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുമ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ്സ്, സെൽഫ് എസ്റ്റീം ഒക്കെ വരുന്നതാണ് ഈ സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ നീഡ്സിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ പെയിൻ എന്ന് പറയാം. അപ്പം നിങ്ങൾ വിചാരിക്കും പെയിൻ ഒരു ഫിസിയോളജിക്കൽ സിംറ്റംസ് ആണ് അല്ലേ എന്ന്. പക്ഷേ എപ്പോഴും പെയിൻ നമ്മളൊരു സൈക്കോളജിക്കൽ നീഡായിട്ടാണ് കൺസിഡർ ചെയ്യണത്. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, പെയിൻ റെയർലി കിൽസ് ദ പീപ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. പിന്നെ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സെൽഫ് എസ്റ്റീമും സെൽഫ് ആക്ച്വലൈസേഷനും ഒക്കെ.